നാട് നന്മ ആരോഗ്യം നല്ല പാഠങ്ങൾക്ക് പ്രകൃതിയെ സ്നേഹിക്കാം എന്ന മുദ്രാവാക്യവുമായി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയ ഇ വേസ്റ്റ് സമാഹരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകളിലും സ്കൂളിലും ഉപയോഗശൂന്യമായ മൊബൈൽ ഫോൺ, ചാർജർ, ബാറ്ററി, റിമോട്ട്, വയർ മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ ശേഖരിച്ചു. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഇ വേസ്റ്റ് പ്രകൃതിക്ക് ഗുരുതരമായ ദോഷം ചെയ്യുന്നതാണ്. ഇതിലുള്ള ലോഹങ്ങളും രാസവസ്തുക്കളും മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നുവെന്ന അറിവ് കുട്ടികൾക്ക് പകരുന്നതിന്റെ പ്രവർത്തനമാണിത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ റെജി ഉമ്മൻ ഈ വേസ്റ്റുകൾ സ്കൂൾ ക്യാപ്റ്റൻ അമൽ മറിയത്തിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ സമാഹരിച്ച ഇ വേസ്റ്റ് കുളത്തുപുഴ ലയൺസ് ക്ലബിന്റെ ഇ വേസ്റ്റ് സമാഹരണ ഏജൻസികൾക്ക് കൈമാറി. നമ്മളുടെ വീടുകളിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള വേസ്റ്റുകളുണ്ട് അല്ലേ? അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ അടുക്കള മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മളുടെ അമ്മമാരൊക്കെ അത് വേസ്റ്റ് വളമാക്കി മാറ്റുന്നവരുണ്ട്. അതല്ലെങ്കിൽ തന്നെ അത് എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. എന്നാൽ നമ്മളുടെ പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കത്തിക്കാതെ അതിനെ നമ്മൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഗവൺമെന്റ് തന്നെ അതിനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് മുഖേന ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അത് സർക്കാർ തലത്തിൽ അതിനെ നശിപ്പിച്ച് പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണോ? നിങ്ങളുടെ വീട്ടിൽ ടിവികൾ കേടായി പോയിട്ടുണ്ടോ? ടിവികൾ കേടായി പോയിട്ടുള്ള വീടുകളിൽ അത് നന്നാക്കാനൊന്നും ആരും പോകുന്നില്ല. നന്നാക്കിയാലും അത് വലിയ ഗുണകരമായി തീരത്തില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അത് എടുക്കത്തില്ല. നമുക്ക് പ്രകൃതിയിലോട്ട് എടുത്തിട്ടാൽ അത് നശിക്കത്തില്ല. അത് അങ്ങനെ തന്നെ അവിടെ കിടന്ന് നമുക്ക് ദോഷകരമായി തീരും. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പ്രയാസകരമായി അനുഭവപ്പെടുന്ന ഈ വേസ്റ്റുകൾ, അതായത് ടിവിയോ ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ക്യാമറകള്, ലാപ്ടോപ്പുകള്, ഫോണുകള്, ഇങ്ങനെ റിമോട്ടുകള്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും അവര് കടന്നു വന്ന് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ശേഖരിച്ചു കൊണ്ടുപോയി പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ സവിത സുനിൽ പ്രകൃതിയും ഇ വേസ്റ്റും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഇ വേസ്റ്റ് കളക്ഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ മണി, സോൺ ചെയർപേഴ്സൺ ലയൺ കെ ബാബുക്കുട്ടി, ലയൺ കെ ജോയ്, ഹാഷിം, ഷിഹാബുദ്ദീൻ, ജോൺസൺ, കൊച്ചുമ്മൻ, ജോബ് ഉമ്മൻ, സ്കൂൾ മാനേജർ സുനിൽ വള്ളിക്കാല, വൈസ് പ്രിൻസിപ്പൽ മിനി ആർ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ജിസ ലിജോ, ഹസീന ഷാ എന്നിവർ ഇ വേസ്റ്റ് കളക്ഷന് നേതൃത്വം നൽകി. പഠനത്തോടൊപ്പം നന്മയുടെ പാഠങ്ങളും കുട്ടികൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോ, കുളത്തുപുഴ. ബക്കറ്റ്